പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും വേദയും ഏട്ടനും കൂടി എവിടെ പോവാടി? വേദയ്ക്ക് ക്വിസ് കോമ്പറ്റീഷനാണ്. വേദയുടെ ക്ലാസ്സിൽ നിന്നും എല്ലാവർക്കും എക്സാം ഉണ്ടായിരുന്നു. അതിൽ എഴുതി ജയിച്ചത് 2 കുട്ടികളാണ്. അതിലൊന്ന് വേദയും വേദയുടെ ഫ്രണ്ട് ഗായത്രിയാണ്. അതെല്ലാം എഴുതി വിൻ ചെയ്യുന്ന ആൾക്കല്ലേ അടുത്ത നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് വേദയെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. വേദയും വേദയുടെ ഫ്രണ്ട് ഗായത്രിയും. അപ്പോൾ എക്സാം വന്നിട്ട് പാപ്പനംകോടുള്ള സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ചിട്ടാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായി ഇറങ്ങി നിൽക്കുകയാണേ. വേദ വിൻ ചെയ്താൽ ക്യാഷ് പ്രൈസ് ആണല്ലേ, ഈ ലെവലല്ല നെക്സ്റ്റ് ലെവൽ. അങ്ങനെ വേദ ക്വിസ് കോമ്പറ്റീഷന് വരാൻ പറഞ്ഞിട്ടുള്ള സ്കൂളിൽ വന്നിട്ടുണ്ട്. സെൻറ്റ് മേരീസ് സ്കൂൾ പാപ്പനംകോട്. വേദയുടെ പേര് ഗായത്രി എത്തിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. വേദ കണ്ടില്ലല്ലോ, വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. എക്സാം 10:30 സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. വേദ അകത്ത് കൊണ്ടുപോയി 11:30 കഴിയത്തുള്ളൂ. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 11:30 ബെല്ലടിച്ചു. അപ്പോൾ വിടുമായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് വേദയെ വിളിക്കാനായിട്ട്. എല്ലാ പേരൻസും പോവുകയാണ്. ഞാനും പോകുന്നു വേദയെ വിളിക്കാൻ. താഴെ വെയിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മുകളിൽ ചെന്ന് കുട്ടികളെ വിളിച്ചാലേ വിടത്തുള്ളൂ എന്ന്. അങ്ങനെ മുകളിൽ ചെന്ന് വേദയെ വിളിച്ചിട്ട് വന്നു. മുകളിൽ ചെന്നപ്പോൾ പേരൻസ് ചെല്ലാത്ത കുട്ടികളും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ റിസൾട്ട് എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണേ. കിട്ടിയാൽ ക്യാഷ് പ്രൈസാണ് കേട്ടോ. അപ്പോൾ അത് വേദയ്ക്കൊരു സേവിങ്സ് ആയിട്ട് മാറ്റിയിടാമെന്ന് കരുതി. കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട് ഗായത്രി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ കൂടെ പേരായിട്ടിരുന്നത് വേറൊരു കുട്ടി, 6th Cയിലെ കുട്ടിയായിരുന്നു അവളുടെ കൂടെ പേരായിട്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും അവൾക്ക് ഐസ്ക്രീം കൂടിയേ തീരത്തുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറിയിട്ട് ഐസ്ക്രീം നോക്കുവാണ്. വേദ വാങ്ങുന്നുണ്ടപ്പോൾ എനിക്കും കൊതിയായിട്ടോ. പിന്നെ ഞാനും വാങ്ങി ഒരു ക്രീം ആൻഡ് കുക്കിയുടെ ഒരു കോർണട്ടും പിന്നെ 2 കോർണട്ട്. എനിക്കും വേദയ്ക്കും അതാണ് വാങ്ങിയത്. ഏട്ടനൊരു ചോക്കോബാറും വാങ്ങി കേട്ടോ. പക്ഷേ ഏട്ടൻ കഴിച്ചില്ല. ചിലപ്പോൾ കഴിച്ചാലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് കുക്കി ആൻഡ് ക്രീം ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെയാണ് ഞാനത് എടുത്തത്. അതെടുത്തപ്പോഴേക്കും വേദ ഒറിയോയുടെ ഒരു കോർണറ്റാണ് എടുത്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ക്രീം ആൻഡ് കുക്കി ഇരിക്കുന്നത് കണ്ടപ്പോൾ വേദയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒറിയോ അങ്ങ് വെച്ചിട്ട് അത് തന്നെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ചോക്കോ ബാർ കൂടെ എടുത്തു. അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് അത് വെച്ചുകൊണ്ടിരിക്കാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ തന്നെ കാറിലിരുന്ന് കഴിച്ചു കേട്ടോ. തിരുമല എന്നാണ് വാങ്ങിയത്. വീട് വരെ എത്തുമായിരുന്നു. ബെൽറ്റ് ആവത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കും വേദയ്ക്കും അതിനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ കോർണട്ട് അപ്പോൾ തന്നെ കഴിച്ചു. അതിന് മറ്റേ ചോക്കോ ബാർ വേണ്ടാന്ന് പറഞ്ഞു. അതിനെ കൊണ്ടൊന്ന് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. നാളെ അത് എടുക്കാം, ഇന്നിപ്പോൾ എന്തായാലും ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വേദ കോൾ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഐസ്ക്രീമിനൊന്നും ഒരു പന്നുമില്ല, എപ്പോഴും കഴിക്കുന്ന സാധനം തന്നെ കേട്ടോ. ഞാനും വേദയും അതൊക്കെയാണ് ഇങ്ങനെ തടിച്ച് വരുന്നത്. അപ്പോൾ കുക്കി ആൻഡ് ക്രീം എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഈ ഒരു കോർണട്ടിൽ വരുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. ക്രീമറിയുടെ ആണെന്ന് തോന്നുന്നു എടുത്തത്, ഏതാണെന്ന് ഓർമ്മയില്ല. ഇവിടെ വന്നപ്പോഴേക്കും വേറൊരു വിശേഷം. വീട്ടിൽ വന്നപ്പോൾ ആകെ ഒരു പുകമയം. എന്താണ് സംഭവം? അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഈ ചട്ടിയിലെ മീൻകറി കിടന്ന് കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ തൊട്ടപ്പോൾ ചൂട് കേട്ടോ. 3 മണിക്കൂറായി ഈ സാധനം ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിത്തെറിക്കാത്തത് എന്തോ ഭാഗ്യം കേട്ടോ. ഞാൻ മറന്നുപോയി. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ചട്ടിയൊക്കെ ചീത്തയാണ്. ചട്ടി ഒന്നും ചെയ്തില്ല, കരിഞ്ഞൊന്നും പോയില്ല. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. 3 മണിക്കൂറായിട്ട് സ്റ്റൗ എല്ലാം കത്തിക്കൊണ്ട് ഗ്യാസൊക്കെ ഫുൾ പോയി, തീർന്നു. എത്ര മണിക്ക് നമ്മൾ ഇവിടെ ഇറങ്ങി? 9:30 ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ 3.5 hours, 12 o'clock ആയി. അത്രയും സമയം ഇവിടെയൊക്കെ ഫുൾ എല്ലാം ചൂടായിട്ട് കിടന്നു. ഇനി ചോറ് കഴിക്കണ്ടേ? ചോറ് കഴിച്ചിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം. ചോറ് കഴിക്കാൻ പോവാം. മീൻ എന്തോന്ന്? മീനില്ല, മീൻ വേണ്ട. വാള മീൻ. വേറൊരു കാര്യമാണ്, അത് മൂടിയിരുന്ന അടപ്പാണ്. ചോറും സാമ്പാറും. ഞാൻ പിന്നെ വന്നിട്ട് മുട്ട ചിക്കി എടുത്തു. മുട്ടയുണ്ട്. ഇനി മതി കേട്ടോ, മീനില്ല. ഏട്ടൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞു. മേലിൽ ഇനി ഞാൻ ഏട്ടൻ്റെ ഒക്കെ പോണ വഴിക്കെല്ലാം ലൈറ്റ് ഇട്ടിട്ട് പോകും. അങ്ങനെ എപ്പോഴും വഴക്കുണ്ടാകും. ഇനി ഞാൻ ലൈറ്റ് ഇട്ടെങ്ങാനും വഴക്കുണ്ടാക്കണമെങ്കിൽ നോക്കിക്കൊന്നു പറഞ്ഞിട്ട് കുറേ വരക്ക് പറയും. ഞാൻ പിന്നെ കേട്ടോണ്ട് അങ്ങനെ നിന്നു കേട്ടോ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. നമ്മളത് ചിരിച്ച് തമാശയായിട്ട് കളയുന്നത് എത്രത്തോളം ഡേഞ്ചർ ആയിരുന്നു അറിയോ. ഇവിടെ ഫുൾ എല്ലാം ചൂടായി. റൂം വരെ ചൂടായിരുന്നു. മിക്സിയുടെ സൈഡും ഒക്കെ ചൂടായിരുന്നു കേട്ടോ.
ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ചിട്ടുള്ള അവസ്ഥ എൻ്റെ ദൈവമേ. ഇതുപോലൊരു അബദ്ധം എൻ്റെ അമ്മയ്ക്കും പറ്റിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ കടലക്കറി ചൂടാക്കാൻ വെച്ചിട്ട് കുക്കറിലാണ് വെച്ചിട്ട് പോയത്. ഫുൾ പർച്ചേസിങ് ഷോപ്പിംഗ് എവിടേക്കോ പോയി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് പോയിട്ട് വന്ന് നെട്ടയം ജംഗ്ഷൻ എത്തിയപ്പോഴാണ് അയ്യോ കടലക്കറി ചൂടാക്കാൻ വെച്ചിരുന്നു. പക്ഷെ അതിൽ തീക്കനലൊക്കെ വന്നു കേട്ടോ. ഇതിൽ തീക്കനലൊന്നും ഇല്ലായിരുന്നല്ലോ, വേദയാണ് കണ്ടത് കേട്ടോ. എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. മീൻകറി ഇന്നലെ വെച്ചതാണ്, അപ്പോൾ ചൂടാക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ വച്ചോ ഇല്ലയോ ഭയങ്കര വച്ചിട്ടുണ്ടാവില്ല എന്ന് അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചോറ് കഴിക്കാം. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ വേദയും കൊണ്ട് ഡാൻസിന് പോവാണ്. ലഞ്ച് കഴിക്കുന്ന വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. വീഡിയോ എടുത്തു പക്ഷെ റെക്കോർഡായില്ല. അപ്പോൾ എന്തായാലും വേദയും കൊണ്ടൊന്ന് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് നമുക്ക് വരാം. ഇന്നിപ്പോൾ ഏട്ടൻ ഫ്രീ ആട്ടോ, അതുകൊണ്ട് ഏട്ടനും ഞാനും വേദയും കൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാനും വേദയായിരിക്കും പോകുന്നത്. പിന്നെ ഞാനും ബിസി ആണെങ്കിൽ ഇപ്പോൾ 2 ആഴ്ചയിൽ 2 ദിവസം ഏട്ടൻ കൊണ്ടുപോയി കേട്ടോ. ഇപ്പോൾ ഏട്ടനും ഫ്രീ ആയതുകൊണ്ട് മിക്കവാറും ഏട്ടൻ സാറ്റർഡേ സൺഡേ ഒക്കെ ബിസി ആയിരിക്കും. ഇന്ന് ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഏട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ കാറിലിരുന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടൊന്ന് സുഖമായിട്ട് ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഉറങ്ങിയാൽ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ തന്നെ ഡാൻസ് ക്ലാസ് എത്തും. വേദയ്ക്കും മുഖത്തൊക്കെ ഒരാകെ ക്ഷീണമുണ്ട്. എന്തായാലും ഡാൻസ് ക്ലാസ് എത്തി. വേദയുടെ ക്ഷീണം ഇപ്പോൾ പോവും. പക്ഷേ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുന്നേ ഞാൻ ഉച്ചയ്ക്കൊക്കെ കിടന്ന് നന്നായിട്ട് ഉറങ്ങുമായിരുന്നേ. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഉറക്കമില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ട്. വന്നിട്ട് വേദയൊക്കെ നന്നായിട്ട് കളിപ്പിക്കുകയാണ് സാറ്. സാറിൻ്റെ കൈ കിട്ടിയാൽ പിന്നെ ഒരു റെസ്റ്റ് ഇല്ലാണ്ട് പിള്ളേരെ പിടിച്ച് പിഴിങ്ങി എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാനെങ്ങും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. വെട്ടുകാടൊന്നും പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഒന്ന് ചുമ്മാ എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഒന്ന് എടുത്തപ്പോഴേക്കും പിള്ളേർക്ക് ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. അവർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. എന്നിട്ട് വേദ പറഞ്ഞു നമുക്ക് അങ്കിളുടെ കടയിൽ പോയി വട കഴിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഏട്ടൻ പറഞ്ഞു അവിടെ അങ്കിളുടെ കടയില്ല. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ആകെ അങ്ങ് വിഷമമായി കേട്ടോ. ഇനി എന്ത് കഴിക്കും എന്നുള്ളൊരു ആലോചനയിലാണ് വേദ. അങ്ങനെ അവൾ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് എനിക്ക് ബേൽപൂരി വേണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ബേൽപൂരി അവിടെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബേൽപൂരി കൊടുക്കുന്ന സ്ഥലത്ത്. അപ്പോൾ പൂജപ്പുര വഴിയാണ് പോകുന്നതുകൊണ്ട് പൂജപ്പുര എന്ന് വാങ്ങാം, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ തന്നെയാണ് തിരുമലയുള്ളത് കേട്ടോ. അവിടുത്തെ ബേൽപൂരിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് പാനിപ്പൂരിയെക്കാട്ട് ഇഷ്ടം ബേൽപൂരിയാണ്. അപ്പോൾ പൂജപ്പുരയിൽ നിന്ന് കഴിക്കാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു. പൂജപ്പുരയാകുമ്പോൾ വണ്ടിയൊക്കെ നിർത്താൻ പറ്റും. ഞാൻ കല്യാണം കഴിഞ്ഞിടം മുതൽ ബേൽപൂരി സ്ഥിരമായി കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൂജപ്പുരയുള്ള ഈ ഒരു ബേൽപൂരി. അപ്പോൾ അവരുമായിട്ട് നല്ല കൂട്ടാണ്. ഇപ്പോൾ ഇവർ തന്നെ തിരുമല MRIക്ക് അടുത്തും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാറില്ല, അവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്. ഇതൊക്കെ അവരുടെ പുതിയ സ്റ്റാഫുകൾ കേട്ടോ. അപ്പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ മെയിൻ ആൾ. മുന്നേ വേദയൊക്കെ കൊണ്ടുവരുമ്പോൾ പൂരിയൊക്കെ ഇങ്ങനെ ചുമ്മാ കൊടുക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടച്ചെന്ന് സംസാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. ഈ പുള്ളി കൂടുതലും പൂജപ്പുരയുള്ള ആ ഒരു സ്റ്റോളിലാണ് ഉള്ളത്. ഞങ്ങൾ തിരുമല ഇറങ്ങി കഴിക്കണമുണ്ട്. പുള്ളിയെ കാണക്കുകയില്ല. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ പുള്ളി കണ്ടിട്ട് പറയണം അയ്യോ വേദ വലുതായല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതല്ലേ എന്നൊക്കെ, വലിയ കുട്ടിയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പുള്ളി സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഞാനും വേദയും ഓരോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേദയുടെ വാങ്ങിയിട്ട് ഞാനതിൽ നിന്ന് കൈയിട്ട് വരാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ കരുതി എനിക്കൊരു ബേൽപൂരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും ഒരെണ്ണം ഓർഡർ ചെയ്തു, വേദയ്ക്ക് ഒരെണ്ണം ഓർഡർ ചെയ്തു. പക്ഷെ കഴിച്ചു വന്നപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞതുപോലൊരു ഫീല്. ഒരെണ്ണം വാങ്ങി ഷെയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലൊരു തീരുമാനം എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി കേട്ടോ. അതാണ് ഒരു നല്ല കാര്യം. മറ്റത് ഹെവി ആയിപ്പോവും, ഒരുപാട് വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു മനസ്സുഖം ഉണ്ടാവും. ഇതിപ്പോൾ വയറ് നിറങ്ങിപ്പോയ ഒരു വിഷമം വയറിനുണ്ടാവും. നിറങ്ങിപ്പോയതല്ല, ഒരു അധികം കഴിച്ചു എന്നുള്ളൊരു ഫീല് തോന്നും. അതിന് വേണ്ടിയൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇതിപ്പോൾ 45 രൂപ കേട്ടോ ഈ ഒരു ബേൽപൂരി. എനിക്ക് ഇപ്പോൾ MRIയിലൊക്കെ പോയി കഴിക്കാറുണ്ട്. നമ്മൾ ഇവിടെ MOTയിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ അത് എനിക്ക് പറയാറിയില്ല, അവിടെ നിന്നൊക്കെ ചാറ്റൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ഉന്തുവണ്ടിയിലുള്ള ഈ ഒരു കുഞ്ഞ് സംഭവം സെറ്റപ്പിൽ കഴിക്കുന്ന ടേസ്റ്റ്, വിലയിലും ലാഭം, ടേസ്റ്റിലും വ്യത്യാസമാണ്. ഹൈജീനിക് ആണോ ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ കാണവേ നല്ല ഹൈജീനിക്കായിട്ടാണ് അവർ കൊടുക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ടാണ് കൊടുക്കുന്നത്. കാണാത്തപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ ബേൽപൂരി എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ കുറേ പാത്രങ്ങളെല്ലാം കൂടി ഞാൻ വരക്കെട്ട് വെച്ചിരിക്കുകയാണ്. പാത്രം കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനായിട്ട്. നമ്മുടെ പേയാട് ആ മെറ്റൽസിൽ ആ ഒരു പാത്രക്കടയിൽ പോയാൽ അവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് സ്ഥിരം പാത്രങ്ങൾ വാങ്ങുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ വീട്ടിലിരിക്കുന്ന മിക്കവാറുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. വലിയ പ്ലേറ്റ് ഉൾപ്പെടെ ഇവിടെ നിന്നാണ് വാങ്ങിയത്.
അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ എല്ലാം ആകെ കോലം കിട്ടും കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വൃത്തികേട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോയിലൊക്കെ ആകെ കൂടെ വൃത്തികേടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും മാറ്റിയേക്കാം. പിന്നെ കുക്കറൊക്കെ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. കുക്കറൊക്കെ ഇതൊക്കെ അലൂമിനിയമാണ് ഇരിക്കുന്നത്. പണ്ട് കള്ളിക്കാട് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാട്ടോ ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കരുതി സ്റ്റീലിലത് വാങ്ങാം. എനിക്കൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാനൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ നീറ്റായിട്ട് കുറച്ചെടുക്കാൻ ലൈറ്റിൻ്റെ ഒരു കുറവ് നമ്മുടെ കിച്ചണിലുണ്ടല്ലോ. അപ്പം നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ അവിടെ ആ ഒരു ടേബിൾ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല ലൈറ്റ് കിട്ടും. അങ്ങോട്ടേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗ്യാസ് സ്റ്റവ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അതിൽ വയ്ക്കാൻ കണക്കിനുള്ള കുക്കറും സാധനങ്ങളും ഒക്കെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് 2 കുക്കർ വേണം, ഒരു ഫ്രൈങ് പാൻ വേണം, പിന്നെ ഒരു ഉണ്ണിയപ്പച്ചട്ടി. അതിരുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെയാണ്, അത് ആകെ ചീത്തയായി. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പച്ചട്ടി, ഇത്ര സാധനങ്ങൾ വാങ്ങാനായിട്ട് ആണ് ഞാൻ വന്നത്. ഇരുന്ന 3 കുക്കർ ഞാൻ കൊടുത്തു. 5 ലിറ്ററിൻ്റെ 2 കുക്കറും ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു 5 ലിറ്ററിൻ്റെ കുക്കറും പിന്നെ ഒരു കുഞ്ഞു കുക്കർ മതി. ഞാൻ 1 ലിറ്ററിൻ്റെ കുക്കർ ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് 3 ലിറ്ററിൻ്റെ കുക്കർ ആവശ്യമില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു 1 ലിറ്ററിൻ്റെ കുക്കറാണ് ധാരാളം. പിന്നെ കുറച്ച് കൂടുതൽ സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ 5 ലിറ്ററിൻ്റെ കുക്കർ ആവശ്യമുണ്ട്. പിന്നെ ഒരുപാട് ഗസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റേ 10 ലിറ്ററിൻ്റെ കുക്കറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമേ ആവശ്യമുള്ളൂ. ഈ 3 ലിറ്റർ ഇതിനിടയ്ക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് അതിനെ കൊടുത്തു. എന്നിട്ടാണ് ഞാൻ പകരം എക്സ്ചേഞ്ച് ചെയ്ത് 2 കുക്കറിനെ എക്സ്ചേഞ്ച് ചെയ്ത് 2 കുക്കർ വാങ്ങി, ഒരു ഫ്രൈങ് പാനിനെ എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു ഫ്രൈങ് പാനും വാങ്ങി. അത്രയേ ഉള്ളൂ. ബാക്കി സാധനങ്ങൾ അല്ലാതെ കൊടുത്തപ്പോൾ ആക്രി വിലയ്ക്ക് അവർ തന്നു കേട്ടോ. പക്ഷേ ആ 3 ലിറ്ററിൻ്റെ കുക്കർ കൊടുത്തപ്പോൾ ഒരു അബദ്ധം പോലെ എനിക്ക് തോന്നി. കാരണം അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ മുട്ട പുഴുങ്ങി, ഞാൻ കുക്കറിലിട്ടാണ് മുട്ട വേവിച്ചെടുക്കുന്നത്. മുട്ട വേവിക്കാനായിട്ട് അതൊരെണ്ണം എടുക്കാമായിരുന്നു. ഈ പുതിയ കുക്കറിലൊന്നിട്ട് മുട്ട വേവിക്കേണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നതിന് മുന്നേ അവരതിനെ അടിച്ച് പൊട്ടിച്ച് കേട്ടോ. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് പോട്ടേന്ന് കരുതി. ഇതൊക്കെ വേദയുടെ പരിപാടിയാണ്. ഞാൻ കണ്ടതുപോലുമില്ല. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്നു. പിന്നെ അത് കളയണ്ടെന്ന് കരുതി അതിലേക്ക് തന്നെ എടുത്തിട്ടു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന വേഷത്തിലാണ് നേരെ വന്നത്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ മുടി ഇത്രയും വൃത്തികേടായിട്ടിരുന്ന കാര്യം കണ്ടത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ശ്രീകുട്ടിക്കൊന്ന് മേക്കപ്പ് ചെയ്തൊക്കെ പോയിക്കൂടെ, എന്ത് കോലമാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം. മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളത് ഞാൻ ബോധേഡാവുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, എനിക്ക് മേക്കപ്പ് ഇഷ്ടമല്ല, ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഇതായിട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് തന്നെ ഇടുന്നത്. ഇതിപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് വീട്ടിൽ നിന്ന വേഷത്തിൽ എൻ്റെ ചെരുപ്പ് കണ്ടാൽ നിങ്ങൾ കരയും കേട്ടോ. എവിടെയോ കിടന്നൊരു ആക്രി ചെരുപ്പ്, ഏട്ടൻ്റെ ഒരു പഴയത് അവിടെ എവിടെയോ കിടന്നത്. വീട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തൊക്കെ അവിടെയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സാധനം ഇട്ട് ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് അയ്യോ എൻ്റെ കാലിലെ ചെരുപ്പ് ഇത്രയും മോശമായിരുന്നോ. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ മുടി ഇത്രയും മോശമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനെടുത്ത 5 ലിറ്ററിൻ്റെ കുക്കർ ഇതാണ്, നോൾട്ടയുടെ. പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒരു 1 ലിറ്ററിൻ്റെ കുക്കർ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 1 ലിറ്ററിൻ്റെ കുക്കറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുഞ്ഞു കുക്കർ. പിന്നെ ഒരു അലായുടെ ഉണ്ണിയപ്പച്ചട്ടി, 9 എണ്ണം ചുടാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പച്ചട്ടിയും വാങ്ങി. ഉണ്ണിയപ്പമൊക്കെ വീട്ടിൽ മിക്കവാറും ഒക്കെ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടിയുടെ വാങ്ങി. അതൊരു 500-നകത്തേ ആയിട്ടുള്ളൂ. കുക്കർ ഉണ്ട് നല്ല വിലയായിട്ടോ. കാരണം അത് സ്റ്റീലിലെ സാധനമാണ്, നല്ല കമ്പനി സാധനമാണ് ഞാൻ വാങ്ങിയത്. സ്റ്റീലിലായതുകൊണ്ട് എനിക്ക് ഇൻഡക്ഷൻ കുക്കറൂടെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുക്കറാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം റേറ്റായി. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് 5 ലിറ്ററിൻ്റെ 2000 സംതിങ് ആയി. അല്ല 2000 സംതിങ് ആയി. പിന്നെ 1 ലിറ്ററിൻ്റെതും ഏകദേശം അത്രയൊക്കെ ആയി കേട്ടോ. പക്ഷേ മറ്റേത് ഡിസ്കൗണ്ട് കൊടുത്തത് എക്സ്ചേഞ്ച് ചെയ്ത് ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നായിരുന്നു. എന്തായാലും കുക്കറും ഫ്രൈങ് പാനും ഒരു ഉണ്ണിയപ്പച്ചട്ടിയും എടുത്തു. 3 കുക്കറും 2-3 നോൺ സ്റ്റിക്കിൻ്റെ ഇതും കൊടുത്തു. ഇത്ര സംഭവങ്ങൾ കൊടുത്തു, സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല ഉഗ്രൻ മഴ കേട്ടോ. അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കുറേ സമയം മഴയെല്ലാം കണ്ട് നിന്നിട്ട് ഞങ്ങൾ അങ്ങ് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഒരു വലിയ അപകടത്തിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യമായിട്ടും ഇന്നൊന്നും സംഭവിക്കാതെ ഒന്നും പറ്റാതെ ഇരുന്നത് കേട്ടോ. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ടാറ്റാ.